ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേ ഗൈഡൻസ് ആണ്, അതായത് മെയ് 20th എനർജിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെയ് 20th എനർജി എന്താണ്? ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. 2 വന്നിട്ടുണ്ട്. ഹോണസ്റ്റി ആൻഡ് ഗിൽറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. I can't always expect the truth from others, but I can expect it from myself. നിങ്ങൾ നിങ്ങളുടെ കർമ്മയിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നിട്ട് സത്യം അറിയണം, പ്രൂവ് ചെയ്യണം, ആ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ സക്സസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കർമ്മ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഫസ്റ്റ് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഗിൽട്ടാണ്, കുറ്റബോധത്തിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റബോധം, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, നിങ്ങൾ വിശ്വസിച്ച് വച്ചേക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കാം. അത് നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് ഉപകാരമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് സ്നേഹം, കമ്പാഷൻ്റെ എനർജിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ സെൽഫ് ലവിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സെൽഫ് കെയർ റുട്ടീനൊക്കെ ചെയ്യുന്നത്, നിങ്ങളെ പരിപാലിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജീസ് നോക്കാം. പായൽ നമ്പർ 1 താങ്ക് യു. ഹാമിറ്റിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൾഡ് വാർ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് കുറച്ച് പേരുടെ ഉള്ളിലുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ വെളിച്ചത്തിലോട്ട്, ലൈറ്റിലോട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. താങ്ക് യു. കിങ് ഓഫ് സോഡ്സ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കർമ്മയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ട്രൂത്ത്, സത്യം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ശനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കാനായിട്ട്, അതിൻ്റെ നോളേജ് നേടാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസിപ്ലിനും, എന്താണോ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ ചെയ്തു തീർക്കാനായിട്ട്, കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കാനായിട്ടും ശ്രമിക്കുക. അതിലും നിങ്ങളുടെ എനർജി ഫോക്കസ് കൊടുക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ഒത്തിരി അറിവ്, ജ്ഞാനം, വിദ്യയുടെ എനർജി ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവ് യൂസ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സത്യം, ട്രൂത്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ആൾക്കാർ നിങ്ങളോട് എന്ത് പറഞ്ഞാലും അതിൻ്റെ പിന്നിലെ ആ ഒരു സത്യം, ട്രൂത്ത് കുറച്ച് പേർക്ക് റിവീൽ ആകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പ്രോബ്ലംസിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആ ഒരു ഊർജ്ജം വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസിലായിരിക്കാം, കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഒത്തിരി ഊർജ്ജം, മുന്നോട്ട്
എന്താ പറയുക, സഞ്ചരിക്കാനായിട്ടുള്ള ഒരു പവർ, ആ ഒരു ഡിറ്റർമിനേഷൻ്റെ എനർജി കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ബാക്കിൽ വന്നിട്ട് ഡെത്താണ്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ, ചേഞ്ചസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓൾറെഡി എൻഡ് ആയിട്ടുണ്ടാകാം, ഒത്തിരി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നേടിയിട്ടുണ്ടാകാം. പക്ഷേ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ എന്ത് ലെസൺസ് ആണ് ലേൺ ചെയ്തത്, എന്ത് വിസ്ഡമാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത്, അത് ഈ ഒരു ദിവസം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നും ഒരു എൻഡിങ് അല്ല, ആ ഒരു എൻഡിങ്ങിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നതാണ്, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മളുടെ ലൈഫിൽ. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് എനർജി, എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസം നിങ്ങളെക്കുറിച്ചിട്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ക്രൗൺ ചക്ര കുറച്ചൊന്ന് ക്ലിയർ ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അത് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള May 20th എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. പുറത്ത് നല്ല മഴയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ്. പായൽ നമ്പർ 2 അഡ്വേഴ്സിറ്റി. ഐ അക്സെപ്റ്റ് ദാറ്റ് ചാലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേൺ. ഇവിടെ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ വരുന്നത്. ചാലഞ്ചസ്, പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളെ പല വിധത്തിലും ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. പക്ഷെ അതെല്ലാം ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്പീരിയൻസ് നേടാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ഒരു ഹാർമണി, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് എനർജി നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ പാസ്റ്റിലെ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ആ ഒരു ഡൗട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ ആൻസറും അറിഞ്ഞാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, എന്തായിരിക്കും മുന്നോട്ട് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനും ആയിരിക്കാം. ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒത്തിരി കൺഫ്യൂഷനും കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒത്തിരി ട്രൈ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ കുറച്ചൊന്ന് സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരിക, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, വ്യക്തികളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പഠന വിഷയത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി മറവിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നുണ്ടാകാം, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. പെട്ടെന്ന് മറന്നു പോകുന്ന സിറ്റുവേഷൻസ്, ഒരു കൺഫ്യൂഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷ, ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു മോഡറേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം. പായൽ നമ്പർ 2 താങ്ക് യു. കുറച്ച് പേർക്ക് ഹെൽത്തിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഐസിലായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമോഷണൽ എനർജിയും ആയിരിക്കാം. നമുക്ക് നോക്കാം. കണ്ടോ, ഹീലിംഗ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കളക്റ്റീവായിട്ടുള്ള എനർജി, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, നെയ്ബർഹുഡിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്സ്, ഫാമിലിയുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ത്രൂ എന്തെങ്കിലുമൊക്കെ ന്യൂസ്, ഇൻഫർമേഷൻസ് അറിയുന്നതായിരിക്കാം.
അത് നിങ്ങളുടെ എനർജി ഒത്തിരി കൺസ്യൂം ചെയ്യുന്നതായിട്ട്, ഒത്തിരി ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വിശ്രമം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് നിങ്ങളുടെ ഇമോഷണൽ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കണ്ടോ, 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അൺനെസസറി വറി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ചൊരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്, മെൻ്റൽ ഹെൽത്താണ്, അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ അതെല്ലാം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ്, എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ബോൾഡായിട്ട് ഇരിക്കാനായിട്ട്, കറേജസ് ആയിട്ട് നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഫ്രീഡം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, ചാനൽ ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മാജിക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ എന്താണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, അത് ഓർത്തിട്ട് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക. അതിന് പകരം നിങ്ങളെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പോസിറ്റീവ് എനർജിയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു 5 ഓഫ് വോൺസിൻ്റെ എനർജി, ജലസി, എൻവി, എങ്ങനത്തെ എന്തെങ്കിലും എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ്, ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സപ്പോർട്ടാണ്, പല രൂപത്തിൽ ഈ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട്, അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ഇവിടെ പെൻറ്റക്കിൾസ് വന്നേക്കുന്നതുകൊണ്ടിട്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ടും ഒരു അവസരം ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ വിഷമിക്കുന്നവർക്ക് ഒരു സാന്ത്വനം, അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ചതി, വഞ്ചനയിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഫിനാൻഷ്യലി ആണ്, എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും എനർജീസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചസ്, ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജീസ് കാണുന്നുണ്ട്. ഒൺലി തിങ്, നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.